അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഈ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ വലുതാക്കേണ്ട എന്ന സതുദ്ദേശത്തോടെയാണോ എളമരം കരീം ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിച്ചത്? അല്ല, അത് ഇതിന്റെ വിഷയം എന്താ പറയുക, ഞാൻ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിന്റെ ഉത്തരം. ഞാൻ എന്റെ ആംഗിളിൽ പറയാം. 11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഞാൻ അതിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ കണ്ടത്. എനിക്ക് ഒരു കാര്യത്തിൽ 100% ഉറപ്പാണ്. ജമാഅത്തെ ഇസ്ലാമി അല്ല, SDPI അല്ല, പോപ്പുലർ ഫ്രണ്ട് അല്ല, ഒരു തീവ്രവാദ സംഘടനയ്ക്ക്, അത് ഇസ്ലാമിക തീവ്രവാദ സംഘടന മാത്രമല്ല, മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കുക്കി നാഷണൽ ഫ്രണ്ട് മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഒരു തീവ്രവാദ സംഘടനയ്ക്കും ഒരു പരിധിക്കപ്പുറം ഇന്ന് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് അതിശക്തമായ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. പഴയ ഒരു 10 വർഷം മുന്നത്തെ നയവുമല്ല. അതിശക്തമായ ഇന്റലിജൻസ് സംവിധാനം, സുരക്ഷാ സംവിധാനം, അതിശക്തമായ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി എന്ന് വേണ്ട നമ്മുടെ വിദേശ നയം, ലോകം മുഴുവനുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്ന് ഇവര് വിചാരിക്കുന്ന ഒരു ചുക്ക് ചുണ്ണാമ്പ് ഇവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. CIA സമരം നമ്മൾ കണ്ടതാണല്ലോ. നാട്ടിലൊരു ചൊല്ലുണ്ട്, കൊഞ്ചം തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിൽ. CIA സമരാണ് ഇവരുടെ ഏറ്റവും വലിയ സമരം. അത് എവിടം വരെ പോയി എന്ന് നമുക്കറിയാം. CIA സമരത്തിൽ നടന്നതിന്റെ 100-1 വഖഫ് വിരുദ്ധ സമരം ഇവിടെ നടക്കാൻ പോകുന്നില്ല. എഴുതി വെച്ചോ, ഒരു ചുക്ക് ഇവിടെ നടക്കൂല. പാർലമെന്റ് പാസ്സാക്കും, നടപ്പിലാക്കും, അത്രേ സംഭവിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ സംവിധാനം മാറിക്കഴിഞ്ഞു. പിന്നെ കേരളം പോലുള്ള, പശ്ചിമ ബംഗാൾ പോലുള്ള, തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാന സർക്കാരുകളുടെ ഒരു അയകൊയമ്പൻ നയം കാരണം ഇവർക്ക് കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ പ്രശ്നം, എന്റെ പ്രശ്നം, ഞാൻ എന്തുകൊണ്ടാണ് വോട്ടിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ചില മതേതര രാഷ്ട്രീയ പാർട്ടികൾ മൂഢവിശ്വാസത്തിലാണ്. ഇവരെ കൂടെ നടന്നാൽ 4 വോട്ട് കിട്ടും, ജയിക്കാൻ പറ്റുന്നു. ഞാൻ ഒരൊറ്റ കണക്ക് ഞാൻ പറയാം. 2024 നവംബർ ഡിസംബർ മാസത്തിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം, ആ സഖ്യത്തിന് അവിടെ പേര് മഹായുതി എന്നാണ്, 22% മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 22% മുസ്ലിം വോട്ട്. അപ്പോ മുസ്ലിം സമുദായം തന്നെ മാറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരും, സത്യത്തിൽ ഈ ചർച്ചയ്ക്ക് കോൺഗ്രസ്സുകാരെന്ന് വിളിക്കേണ്ടതായിരുന്നു അനിൽ നമ്പ്യാർ. ഈ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷവും വെറുതെ വിഡ്ഢിവേഷം കെട്ടുകയാണ്. ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള, SDPI പോലുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായി ഇവര് ഇത്തരത്തിലുള്ള ഒരു സമീപനം കൊണ്ട് കൂടുതൽ ഇവര് ക്ഷയിക്കും, ഇവര് ശുഷ്കമാവും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും, ഡൽഹിയിൽ സംഭവിച്ചത് കോൺഗ്രസ്സുകാർക്ക് കേരളത്തിലും കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് എന്റെ ആംഗിൾ, ഇതാണ്. അപ്പൊ എളമരം കരീമിൻ്റെത് ഞാൻ കാണുന്നത് ഒരു ഗതികേടിൽ നിന്നുള്ള ഒരു വർത്തമാനമാണ്. ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. അപ്പൊ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിനെ താങ്ങണോ, അതല്ല ഇതിനെ ഒഴിവാക്കണോ, ഇതിനെ കൂട്ടണോ, അത് തള്ളിക്കളയണോ, ഇതിന്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇവര്. അപ്പൊ എനിക്ക് 100% കോൺഫിഡൻസ് ആണ്, ഈ ജാതി സംഘടനകളൊന്നും ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്ക് 100% കോൺഫിഡൻസ് ആണ് ഞാൻ. പക്ഷെ ഇവരുടെ ബഹളം ഗതികേട് കൊണ്ടാണ്. അതാണ് എന്റെ ആംഗിൾ.